ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗോതമ്പ് പൊടിയും റവയും ഈത്തപ്പഴവും വെച്ചിട്ട് ഒരു നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പം തന്നെ ഉണ്ടാക്കല, വളരെ പെട്ടെന്ന് ചായയുടെ കൂടെ ഉണ്ടാക്കുന്നതാണ്. ആദ്യം തന്നെ 3 ആണി വെല്ലം 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചെടുക്കാം. വെല്ലം ഉരുകുമ്പോഴേക്ക് നമുക്ക് പൊടികളെല്ലാം റെഡിയാക്കാം. ഇത് റവയാണ്, വറക്കാത്ത റവയാണ്. ഇത് ഗോതമ്പ് പൊടി. റവ 1/2 ഗ്ലാസ്, ഈ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയുണ്ട് എടുത്തിട്ട് ഒരു നുള്ളുപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 3 പൂവൻപഴവും 4 ചെറിയ ഏലക്കായ, വലിയ ഏലക്കായ ആണെങ്കിൽ 2 എണ്ണം മതി. ഒരു 10 മണിയോളം ജീരകം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഞാൻ അരിച്ചൊഴിച്ചതാണിത്. നമുക്ക് ആ സമയം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാനിയാക്കിയത് മുഴുവനും ഒഴിച്ചു കൊടുത്തു. ഈ വെള്ളം നമുക്ക് പോരാ, ഇത് ചൂടോട് തന്നെയാണ് ഒഴിച്ചത്. നമുക്ക് ഈ പഴം അടിച്ചത് ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ വറുത്ത തേങ്ങ കരിയാതെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് മുറിച്ച ഈത്തപ്പഴം, ഒരു 5 ഈത്തപ്പഴത്തിൻ്റെത് ഞാൻ ചെറുതായിട്ട് നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ് ചേർത്തിട്ടുണ്ട്. അതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എള്ളുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴമെല്ലാം ചേർക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നമുക്കിപ്പോൾ തന്നെ കാര്യമല്ല, ഞാൻ ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഒരു കട്ടി മതി. ഇങ്ങനെ പിന്നെ അപ്പം കടിക്കുന്ന സമയത്ത് ഈത്തപ്പഴത്തിൻ്റെ ഓരോ കഷ്ണമെല്ലാം തേങ്ങേൻ്റെ കൂട്ടത്തിൽ കടിക്കാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും. ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇത്ര മതി. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് തൊട്ട് കൊടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇത് രണ്ടും കോരിയെടുത്തിട്ട് വീട്ടാവശ്യത്തിനായതുകൊണ്ട് ഞാൻ അപ്പക്കാരൊന്നും ചേർത്തിട്ടില്ല, എന്നാലും പൊങ്ങിയിട്ടെല്ലാം ഉണ്ട്. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല, വെളിച്ചെണ്ണ ഇത്രയും ബാക്കിയുണ്ട്. ഒരു 2 എണ്ണം ചൂടാൻ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റുള്ള ഈത്തപ്പഴമെല്ലാം ചേർത്ത ഉണ്ണിയപ്പമല്ല നെയ്യപ്പം. ഇത് കാരയിൽ ചുട്ടാൽ ഉണ്ണിയപ്പമായി. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ രീതിയിൽ പെട്ടെന്ന് നെയ്യപ്പം തിന്നണം തോന്നുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം ഇതുപോലെയെല്ലാം.